അർബുദ രോഗികൾക്കുള്ള ആഹാരക്രമം. വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുന്നു. പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പ്രതിവർഷം 40,000 പുതിയ അർബുദ രോഗികൾ ഉണ്ടാകുന്നതായിട്ടാണ് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 60% അർബുദ രോഗബാധയ്ക്കും മുഖ്യ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഭക്ഷണശീലത്തിലും ജീവിതശൈലിയിലും വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ചില ഭക്ഷണരീതികൾ അർബുദം അഥവാ ക്യാൻസർ വരാൻ ഇടയാക്കുമ്പോൾ മറ്റു ചില ഭക്ഷണരീതികൾ ക്യാൻസർ തടയുവാനും സഹായിക്കുന്നവയാണ്. ക്യാൻസർ എന്നാൽ എന്താണ്? മനുഷ്യ ശരീരം അനേക ലക്ഷം കോശങ്ങളാൽ നിർമ്മിതമാണ്. ശരീരത്തിലെ ഓരോ കോശവും സ്ഥിരമായി മാറ്റത്തിന് വിധേയമാകുന്നു. ഓരോ കോശവും വിഭജിക്കപ്പെട്ട് പുതിയ കോശങ്ങൾ ഉണ്ടായിട്ടാണ് ശരീര വളർച്ച ഉണ്ടാകുന്നത്. ക്യാൻസർ രോഗാവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത് ശരീരത്തിൽ അനിയന്ത്രിതമായി കോശവിഭജനവും വളർച്ചയും സംഭവിക്കുമ്പോഴാണ്. ക്യാൻസർ ബാധിച്ച കോശങ്ങൾ ക്രമേണ സാധാരണ കോശങ്ങളെയും കീഴടക്കി ശരീരത്തിലെ സുപ്രധാന പോഷകങ്ങളെ ആഗിരണം ചെയ്ത് രോഗപ്രതിരോധ ശക്തിയെ ഇല്ലാതാക്കുന്നു. ക്യാൻസർ എന്ന രോഗം പലതരമുണ്ട്. ഏകദേശം 200ഓളം തരം ക്യാൻസറുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അവയുടെ സ്വഭാവം അനുസരിച്ച് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1. പ്രതിരോധ വിധേയമായ ക്യാൻസറുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വായിലെ ക്യാൻസർ, ശ്വാസകോശ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ എന്നിവ ഇതിലുൾപ്പെടും. ഭക്ഷണക്രമം, ജീവിതശൈലി ഇവയിൽ മാറ്റം വരുത്തി ഇവ തടയാവുന്നതാണ്. 2ാമത്തെ തരം ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന ക്യാൻസർ. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ നൽകുക വഴി പൂർണ്ണമായും ഭേദമാക്കാവുന്നവയാണ് ഇവ. വായിലെ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ, സ്തനങ്ങളിലെ ക്യാൻസർ എന്നിവ ഉദാഹരണങ്ങളാണ്. 3ാമത്തെ തരം ചികിത്സിച്ചാലും ഭേദമാക്കാൻ പറ്റാത്ത ക്യാൻസർ. ശ്വാസകോശം, കരൾ, മറ്റ് ആന്തരിക അവയവങ്ങൾ ഇവയെ ബാധിക്കുന്ന ക്യാൻസർ ഈ ഇനത്തിൽപ്പെടും. ഇവ പലപ്പോഴും നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും കണ്ടുപിടിച്ചാൽ പോലും സുഖപ്പെടുത്താൻ സാധിക്കാത്തവയുമാണ്. ക്യാൻസറിൻ്റെ യഥാർത്ഥ കാരണം ഇന്നതാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്ന പല ഘടകങ്ങളും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലത് പുകവലി, കടുത്ത സൂര്യതാപമേൽക്കൽ, എക്സ്റേ, ഗാമാറേ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്നുള്ള റേഡിയേഷൻ, ബെൻസിൻ, ആസ്ബസ്റ്റോസ് എന്നീ രാസവസ്തുക്കൾ, വൈറസുകൾ, കൂടാതെ ശാരീരിക മാനസിക സംഘർഷങ്ങൾ തുടങ്ങിയവയാണ്. ഇവയ്ക്ക് പുറമെ പാരമ്പര്യവും തെറ്റായ ഭക്ഷണരീതിയും ക്യാൻസർ ബാധയ്ക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങൾ എന്ന് പഠന റിപ്പോർട്ടുകളുണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ ക്യാൻസർ ബാധിച്ച കോശ വളർച്ചയെ തടയാൻ ശരീരത്തിന് ശക്തി നഷ്ടപ്പെടുന്നു. ശരീരത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് അടിസ്ഥാനമായി വേണ്ട ഭക്ഷണം തന്നെയാണ് ക്യാൻസർ വരാൻ കാരണമാകുന്നു എന്ന വസ്തുത ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയമാണ്. ദഹനത്തിനിടയ്ക്ക് മാംസ്യം എന്ന പോഷകത്തിൽ നിന്നുണ്ടാകുന്ന അമൈനുകളും നൈട്രിക് അമ്ലവും യോജിച്ച് നൈട്രോസമൈൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്നു. ഇതാണ് ക്യാൻസർ സൃഷ്ടിയുടെ 1ാമത്തെ ഘട്ടം. ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന് സംശയം ജനിപ്പിക്കാൻ ശരീരത്തിലുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മലമൂത്ര വിസർജനത്തിൽ സംഭവിക്കുന്ന അസ്വാഭാവികമായ മാറ്റങ്ങൾ, അകാരണമായ രക്തസ്രാവം, ശരീരഭാരത്തിൽ പെട്ടെന്ന് കുറവ് സംഭവിക്കുക, വിഴുങ്ങാനുള്ള പ്രയാസവും കടുത്ത ദഹനക്കുറവും, ഭക്ഷണാസക്തി കുറയുകയും വിളർച്ചയും, മാറിടം, ജനനേന്ദ്രിയം കൂടാതെ ആന്തര അവയവങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, നിർത്താതെയുള്ള വരണ്ട ചുമ, ശരീരത്തിലെ കാക്കപ്പുള്ളിയിൽ വരുന്ന മാറ്റം, വിവരിക്കാൻ കഴിയാത്ത തരത്തിൽ ശരീരത്തിനുണ്ടാകുന്ന കടുത്ത ക്ഷീണം. ക്യാൻസർ രോഗികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകേണ്ടതുണ്ട്. ക്യാൻസർ ചികിത്സാ സമയത്ത് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ചികിത്സയുടെ പാർശ്വഫലങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ക്യാൻസർ രോഗികൾ ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നീ ചികിത്സകൾക്ക് ശേഷം
അതിൻ്റെ പാർശ്വഫലമായി ആഹാരം കഴിക്കുന്നതിന് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഭക്ഷണത്തിൻ്റെ രുചി തിരിച്ചറിയാനുള്ള കഴിവ് കീമോതെറപ്പിക്ക് വിധേയരായവർക്ക് നഷ്ടപ്പെടുന്നു. വായുടെ ഉൾഭാഗത്തും തൊണ്ടയിലും വല്ലാത്ത ഉണക്ക് അനുഭവപ്പെടുന്നതിനാൽ ഭക്ഷണം ഇറക്കാൻ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നു. അതേസമയം ക്യാൻസർ ചികിത്സയെ തുടർന്ന് ശരീരത്തിൽ നശിപ്പിക്കപ്പെട്ട കോശങ്ങളുടെ പുനർനിർമ്മാണത്തിന് പോഷകസമൃദ്ധമായ ഭക്ഷണം എത്രയും ആവശ്യമാണ്. ഭക്ഷണത്തിലെ ഏതെല്ലാം പോഷകങ്ങളാണ് ക്യാൻസർ ബാധിക്കാതിരിക്കാൻ സഹായിക്കുന്നുവെന്ന് നോക്കാം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ അഥവാ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നീ ജീവകങ്ങൾ നിരോക്സീകാരികളായത് കാരണം ആൻറ്റി ഓക്സിഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്ന പോഷക ഘടകങ്ങളാണ്. പച്ച, മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ ക്യാൻസറിനെതിരായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പോഷകമാണ്. ശ്വാസകോശം, അന്നനാളം, തൊണ്ട, കഴുത്ത് തുടങ്ങിയ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ബാധയെ തടയാൻ ഇത് സഹായിക്കുന്നു. കൊഴുപ്പിൻ്റെ ഓക്സീകരണം മുഖേന ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. അവയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ബീറ്റ കരോട്ടിൻ ഉത്തമമാണ്. ക്യാരറ്റിലുള്ള ബീറ്റ കരോട്ടിൻ മനുഷ്യ ശരീരത്തിൽ റെറ്റിനോയിക് ആസിഡായി മാറുന്നു. ഇത് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. ജീവകം ഇ വായിലും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസറിനെ ചെറുത്തു നിർത്തുന്നു. അത്യപൂരിത കൊഴുപ്പുകൾ അഥവാ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഓക്സീകരണത്തിനെ തടയാൻ ജീവകം ഇക്ക് സാധിക്കും. ജീവകം സി അന്നനാളത്തിൻ്റെ മുകൾ ഭാഗത്തും തൊണ്ടയിലും ഉണ്ടാകുന്ന ക്യാൻസർ ബാധ ഒഴിവാക്കാൻ വേണ്ട ഒരു പോഷകമാണ്. ബീറ്റ കരോട്ടിൻ, ജീവകം ഇ, ജീവകം സി എന്നീ 3 പോഷകങ്ങളും ക്യാൻസറിന് മാത്രമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും എത്രയും വേണ്ടതാണ്. സെലിനിയം എന്ന ലവണാംശവും അന്നനാളത്തിലെയും ആമാശയത്തിലെയും ക്യാൻസർ തടയാൻ സഹായിക്കുന്ന മറ്റൊരു പോഷകമാണ്. ഇവ കൂടാതെ ഫൈറ്റോ കെമിക്കലുകൾ എന്ന ഘടകവും ക്യാൻസറിന് എതിരായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ്. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും അടങ്ങിയിരിക്കുന്ന നിരവധി ഫൈറ്റോ കെമിക്കലുകൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ക്യാൻസറിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ളതാണെന്നുള്ളത് ആശ്വാസം നൽകുന്നു. മുരിങ്ങയില, വിവിധ തരം ചീരകൾ, കാബേജ്, കോളിഫ്ലവർ, കറിവേപ്പില, വാഴപ്പഴം, തക്കാളി, മുന്തിരി, നാരങ്ങ, മാങ്ങ, ചക്ക, പേരയ്ക്ക, മാതളം, കുമ്പളം തുടങ്ങി നിത്യ ഉപയോഗത്തിലുള്ള സസ്യജന്യ ഭക്ഷ്യവസ്തുക്കളിലെല്ലാം തന്നെ വ്യത്യസ്ത ഫൈറ്റോ കെമിക്കലുകൾ സമർത്ഥമായി അടങ്ങിയിരിക്കുന്നു. പാചകം ചെയ്താലും ഈ രാസവസ്തുക്കൾ നശിപ്പിക്കപ്പെടാത്തത് ശരീരത്തിന് അവയുടെ ലഭ്യതയ്ക്ക് സഹായമാകുന്ന ഘടകമാണ്. മാമ്പഴം, ചക്ക, ക്യാരറ്റ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന പല രൂപത്തിലുള്ള കരോട്ടിനോയിഡുകൾ, നാരകവർഗത്തിലുള്ള ലെമനോയിഡുകൾ, സോയാ പയറിൽ ഉള്ള ലെസിത്തീൻ, ഐസോഫ്ലേവോണുകൾ എന്നീ ഘടകങ്ങളും എള്ളിലുള്ള പ്രധാനപ്പെട്ട കൊഴുപ്പമ്ലങ്ങളും ക്യാൻസർകാരകരായ രാസവസ്തുക്കളെ അതായത് കാർസിനോജിനെ ചെറുത്ത് തോൽപ്പിക്കാമെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങളോടുള്ള അമിതാസക്തി ഒഴിവാക്കി നാടൻ ശൈലിയിലുള്ള എരിശ്ശേരി, പുഴുക്ക്, അവിയൽ, ഓലൻ, കഞ്ഞി, പയർ, പുട്ട്, കടല എന്നീ വിഭവങ്ങൾ നിത്യഭക്ഷണക്രമത്തിൽ കൊണ്ടുവരികയും കുറഞ്ഞത് അരമണിക്കൂർ നേരത്തെ വ്യായാമം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുത്താൽ ശരീരത്തിന് വേണ്ടത്ര രോഗപ്രതിരോധ ശക്തി ആർജിക്കുവാനും ഈ മാരക രോഗത്തെ ചെറുക്കാൻ കഴിയുന്ന യുവതലമുറയെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. അർബുദ രോഗികൾക്കുള്ള ആഹാരക്രമം. വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം മുൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജനി ചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കാശധാര